പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 138 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. ഒന്ന് നോക്കിയാട്ടെ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ദൈവമനുഷ്യൻ പറയുന്ന ഒരു വാക്ക്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും തകരുകയില്ല, നശിക്കുകയില്ല, തീർന്നു പോകത്തില്ല. മറിച്ച് ഉറപ്പാണ്, ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് ജീവിക്കും. ആര്? എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ കോപത്തിന് നേരെ കർത്താവ് കൈനീട്ടും. വലങ്കൈ കൊണ്ട് എന്നെ രക്ഷിക്കും. എൻ്റെ ജീവിതം എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും അതിൻ്റെ നടുവിൽ നിന്നെല്ലാം എൻ്റെ യേശു എന്നെ വിടുവിക്കും. അതുറപ്പാണ്. പ്രശ്നങ്ങൾ ഉണ്ട്, അതിൽ തീരുമെന്നല്ല യേശുവുള്ള താങ്കൾ പറയേണ്ടത്. ഞാനിതിൻ്റെ പുറത്ത് നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കും. നിങ്ങളുടെ വാക്കുകളെല്ലാം ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വാക്കുകളായിരിക്കണം. ഈ ദൂതന്മാരെ പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മുടെ വാക്കുകൾ കൊണ്ട് അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കണം. ഓ, ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും, ഈ വിഷയത്തിൽ ഞാൻ തീർന്നു പോകും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാകുകയാണ്. എന്നാൽ നീ നിൻ്റെ വിശ്വാസത്തെ കൺഫസ് ചെയ്യുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ നായകനും ദൈവത്തിൻ്റെ ദൂതന്മാർക്കും ഇറങ്ങി വരുവാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ താങ്കൾ ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ വാക്ക് കേട്ടോ, കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, പക്ഷെ എനിക്ക് നീ വലം കൈ തന്ന് രക്ഷിക്കും. അടുത്ത വാക്കാണ് വളരെ മനോഹരം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ വിഷയങ്ങളെ പൂർത്തീകരിക്കും, എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും, സമാപ്തി വരുത്തും. എൻ്റെ കഷ്ടങ്ങളുടെ പ്രശ്നങ്ങളെ സമാപ്തി വരുത്തും. ഹബക്കുക്ക് പറയും, എൻ്റെ ദർശനത്തെ സമാപ്തി വരുത്തും. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തെ പങ്കുവച്ചു. നിങ്ങൾ ഇപ്പോൾ കിടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് കഴിയും. ഇത് ആത്മമണ്ഡലത്തിൽ ഭയങ്കര
ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. യെസ്, ഇത് ഞാൻ പറയുമ്പോൾ ഒരു പ്രവചനം പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലരുടെ സന്ദർശന കാലങ്ങൾ കഴിഞ്ഞു, കഷ്ടതയുടെ കാലങ്ങൾ കഴിഞ്ഞു. ഇനി അവർക്ക് ദൈവം നൽകുന്നത് അവരെ ഏൽപ്പിച്ച ദർശനങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്വസ്ഥതയുടെ കാലമായിരിക്കും. ആമേൻ. വിശ്വസിച്ചോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും, ശാന്തമാക്കും, അടക്കും, പ്രതികൂലങ്ങളെ മാറ്റും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിശ്വാസത്തോടെ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരും, സമാപ്തി വരുത്തും. ഞാൻ നടക്കുന്നത് കഷ്ടങ്ങളുടെ നടുവിലാണെങ്കിലും ദൈവം എന്നെ അതിൽ നിന്ന് ജീവിപ്പിക്കും. ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിന് വിരോധമായി ദൈവത്തിൻ്റെ കരം നീട്ടും, എന്നെ വലം കൈ നീട്ടി വിടുവിക്കും. ഈ ദിനങ്ങളിൽ നീ ദൈവത്തിൻ്റെ കരം അനുഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ്. ആ കരത്തിൻ്റെ മഹത്വത്താൽ ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. യെസ്, ഈ വിശ്വാസത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, കർത്താവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ കൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കാൻ കർത്താവെ, അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും അങ്ങൊരു ശാന്തതയും സ്വസ്ഥതയും കൊടുക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു പിതാവേ. അവരുടെ എല്ലാ പ്രവൃത്തികളും സമാപ്തിയിലേക്ക് വന്ന് ചേരട്ടെ. യേശുവെ, അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയും. പരിശുദ്ധാത്മാവെ, ഓരോ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പൂർത്തീകരിക്കാൻ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇന്ന് പകൽക്കാലം ജയത്തോടെ നിങ്ങൾ നടത്തട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും സമൃദ്ധിക്കും ദൈവകൃപയ്ക്കും ആയി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ അവർ ദൈവത്തോട് അടുക്കട്ടെ. അവർക്ക് നല്ല ആരോഗ്യവും നല്ല ദൈവകൃപയും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസത്തെ ജയിക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ഇന്ന് അവരുടെ തുടങ്ങുന്ന ബിസിനസ്, അവരുടെ യാത്ര, അവരുടെ പ്രൊഫഷൻ, അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അവരുടെ യാത്രകൾ, എല്ലായിടത്തും കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണമേ. വിട്ടുപിരിയാത്തൊരു സാന്നിധ്യത്തിൽ മറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ധൈര്യത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. കർത്താവ് കൂടെയുണ്ട്. ശലോം.